അനകൃഷ്ണൻ ഒന്ന് സ്വർണം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാണ്, സമ്മതിക്കുന്നു കുറ്റവാളികൾ തന്നെ. അത് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരസ്പരം പങ്കുവച്ചോ അതോ ശതകോടീശ്വരന്മാർക്ക് വിറ്റോ, ഇത് മാത്രമാണ് ഇനി അറിയാനുള്ളത്, അന്തിമമായി അറിയാനുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞു ഇതിനോടകം. ഇതേ തരത്തിലുള്ള തട്ടിപ്പ് തന്നെ ശ്രീകോവിലിന്റെ വാതിലിന്റെ കാര്യത്തിലും കട്ടിളയുടെ കാര്യത്തിലും ഒക്കെ നടന്നിരിക്കാൻ സാധ്യതയില്ലേ? തട്ടിപ്പൊരു ബിസിനസ് ആക്കിയവരാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്ന് വ്യക്തമാവുകയാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, ഇതിലൊരു കൃത്യമായ ആസൂത്രണത്തോടെ 2019 ഒരു കൊള്ളസംഘം ശബരിമലയിലേക്ക് കയറിപ്പറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2019 ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആദ്യം കൊണ്ടുപോയിരിക്കുന്നത് ഇവർ വാതിലാണ്. നമുക്കറിയാം ആ വാതിലുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് സ്വന്തം സ്പോൺസർഷിപ്പിൽ 4 കിലോ സ്വർണം പൊതിഞ്ഞ് പുതിയ വാതിൽ കൊണ്ടു കൊടുത്തു എന്നാണ് അന്ന് വലിയ ആഘോഷത്തോടെ പത്രമാധ്യമങ്ങളിലൊക്കെ ആ ഘോഷയാത്രയൊക്കെ വലിയ വാർത്തയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആ യാത്രയും ആ സമർപ്പണവും ഒക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിജയമല്യ സ്വർണം പൊതിഞ്ഞ വാതിൽ, തങ്കവാതിൽ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സ്ഥിരീകരിക്കുന്നത്. ഇക്കാര്യം നമ്മൾ 2-3 ദിവസം മുമ്പ് മാതൃഭൂമി വാർത്ത നൽകിയതാണ്. നമ്മളുടെ തെളിവുകൾ വെച്ചിട്ടൊരു വിലയിരുത്തലായിട്ട് നടത്തിയതാണ്. അപ്പോൾ അവിടെ 3 തലത്തിലുള്ള കൊള്ളകൾ നടന്നിരിക്കുന്നു. അത് സ്വർണ്ണവാതിൽ, കട്ടളപ്പടി, അതിനുശേഷം ദ്വാരപാലക ശില്പങ്ങൾ. അപ്പോൾ ഇതൊരു യാദൃശികമായി എടുത്തുകൊണ്ട് പോയതോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിനിടയിൽ സംഭവിച്ച ചില തിരിമറികളോ അല്ല. അവർ വ്യക്തമായ പ്ലാനോട് കൂടി അവർ കടന്നു വന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇതുവരെയുള്ള മോഡസ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല ഇവർ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ ഈ കോടതി അന്തിമ ഉത്തരവിലേക്ക് എത്തുന്നത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവിലേക്ക് എത്തുമ്പോൾ നടത്തിയ നിരീക്ഷണം അത് പ്രധാനമാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മൾ ഈ വാർത്തകളൊക്കെ നൽകുമ്പോൾ ഈ കൊള്ളസംഘം നൽകിയിരുന്ന വിശദീകരണങ്ങൾ നോക്കൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആൾ പറയുന്നു അത് ചെമ്പ് തന്നെ ആയിരുന്നുവെന്ന്. അതിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥൻ പറയുന്നു ചെമ്പ് തന്നെ ആയിരുന്നുവെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ചെമ്പ് തന്നെ ആയിരുന്നുവെന്ന്. അപ്പോഴെല്ലാം നമ്മൾ അസന്നിഗ്ധമായി ഓരോ തെളിവുകളും കൊടുത്ത് സമർത്ഥിച്ചുകൊണ്ടിരുന്നു ഇത് ചെമ്പല്ല സ്വർണ്ണമായിരുന്നുവെന്ന്. ഒടുവിൽ അവർ പറഞ്ഞു അത് ചെമ്പ് സ്വർണം പൂശിയതായിരിക്കാം, പിന്നീട് കാലക്രമത്തിൽ ആ ചെമ്പ് തെളിഞ്ഞതായിരിക്കും. അപ്പോഴും നമ്മൾ ഇടപെട്ടു. ആ തൊട്ട് തലേ മാസം വരെയുള്ള സന്നിധാനത്തെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഒരു തരത്തിലും അവിടെ ചെമ്പ് തെളിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഒരു കൊള്ളസംഘം സന്നിധാനത്ത് കടന്നു കയറി അയ്യപ്പസ്വാമിയുടെ സ്വത്ത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിനാണിപ്പോൾ ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത്. ആ കള്ളന്മാരെ കണ്ടെത്താൻ, ആ അമ്പലം വിഴികളെ കണ്ടെത്താനുള്ള സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ SIT തുനിയുന്നത്. അപ്പോൾ ആരൊക്കെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ശതകോടീശ്വരന്മാർ ഇതിലുണ്ടോ, അതോ ശതകോടീശ്വരന്മാരെ രക്ഷിക്കാനുള്ള അവസാനത്തെ അടവുമായിട്ടാണോ പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഞങ്ങളങ്ങ് മുക്കി, ഞങ്ങൾ ഉരുക്കിയെടുത്ത് വീതിച്ചു എന്നുള്ള കഥയുമായി വരുന്നത് എന്നൊക്കെ ഇനി 1 മാസം കഴിയുമ്പോൾ അറിയാൻ കഴിയും അഭിലാഷ്. തീർച്ചയായിട്ടും SITയുടെ അന്വേഷണം 6 ആഴ്ചയാണ് അന്വേഷണത്തിന് കാലപരിധി. അത് ആ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും അങ്ങ് പങ്കുവച്ചതാണോ അതോ വലിയ ശതകോടീശ്വരന്മാർക്ക് വിശ്വാസം കൂടി മറയാക്കി ശബരിമലയിലെ ഉരുപ്പടി അങ്ങ് കച്ചവടം ചെയ്യുകയാണോ ഉണ്ടായത്? അതറിയാൻ ഇനിയും കാത്തിരിക്കണം.